വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് യേശു മാത്രമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു, താൻ ഫിലിപ്പിയുടെ കൈസരിയിലായിരിക്കുമ്പോൾ ജനം എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ പറഞ്ഞു, ഒരു പ്രവാചകൻ എന്ന് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റുള്ളവർ പറയുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ യേശുവിന്റെ ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? സ്തോത്രം. ഉത്തരം കൊടുത്തത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. ആളുകൾക്ക് യേശുവിനെ കുറിച്ച് പല നിലയിൽ പറയാനുണ്ട്. അവരെന്തൊക്കെ പറയുന്നു അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരിക്കുന്നതാണ് അവർ പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ വിശ്വസിച്ചിരിക്കുന്നു, യിരെമ്യാവെന്ന് ചിലർ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസപ്രകാരം അവർ സംസാരിക്കുന്നു. എന്നാൽ അവർ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ നടന്നു, നിങ്ങൾ എന്നെ കണ്ടു, ആരെന്ന് മനസ്സിലാക്കി? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു കർത്താവിന്റെ മറുപടി പെട്ടെന്നായിരുന്നു, സ്തോത്രം, നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. എവിടെയാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്? സഭ പണിയപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പ്രഖ്യാപിതമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, സഭയുടെ അടിസ്ഥാനം ഈ പ്രഖ്യാപിതമായ വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ അതാണ്. സ്തോത്രം. മറ്റൊന്നുമല്ല. യേശു സൗഖ്യമാക്കുന്നവനാണ്. യേശു പ്രാർത്ഥന കേൾക്കുന്നവനാണ്. യേശു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജോലിയില്ലാത്ത ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുന്നു, ജോലിയില്ലാത്ത എനിക്ക് ജോലി തരുന്നു. യേശു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്നു. യേശു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി തരുന്നു. യേശു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലതും ചെയ്യുന്നു. പക്ഷെ എന്റെ വിശ്വാസത്തിന്റെ അതൊക്കെ വെള്ളയിൽ ഉൾപ്പെടും. എന്നാൽ കാതൽ എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കുവാനായി ദൈവത്താൽ ഐക്യപ്പെട്ട എന്റെ വീണ്ടെടുപ്പുകാരനായ, എന്റെ രക്ഷകനായ, സ്തോത്രം സ്തോത്രം, എന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അതാണ് എന്റെ വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ നേടുന്നതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്, എന്നാൽ വിശ്വാസത്തിന്റെ കാതലല്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വിശ്വാസം യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ശക്തിയോടെ പറഞ്ഞാട്, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് ഉടനെ പത്രോസിനോട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ജഡരക്തങ്ങളാൽ ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയാൽ ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. അപ്പനും അമ്മയ്ക്കും പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്നതും, ഒരു ടിവിയിൽ ഒരു പ്രോഗ്രാം കണ്ട് അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതും, അങ്ങനെ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതുമുണ്ട്. എന്നാൽ ലോകത്തിൽ നിന്ന് യാതൊരു വ്യക്തിയിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയാത്ത അമൂല്യമായിരിക്കുന്ന ഒരു അറിവാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നത്. അത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അത് അന്തരാത്മാവിൽ ബോധ്യമാകേണ്ടെന്ന ആത്മീയ മർമ്മമാണ്. അത് ദൈവത്താൽ വെളിപ്പെടുത്തപ്പെടേണ്ടെന്ന ഒരു സത്യമാണ്. അത് പിതാവായിരിക്കുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ ഹൃദയത്തിനകത്തും വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രം രൂഢമൂലമാകുന്ന വിശ്വാസത്തിന്റെ ആകത്തുകയാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവർ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കുവാൻ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടെങ്കിൽ യേശു ദൈവത്തിന്റെ പുത്രനാണ്.
അവൻ എന്നിൽ വസിക്കുന്നു. അവൻ എന്നെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. അവനെ ഞാൻ കൈക്കൊള്ളുവാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നു. അവനെ ഞാൻ കൈക്കൊള്ളുമ്പോൾ ദൈവത്തിന്റെ മകനാകുവാൻ, മകളാകുവാനുള്ള അധികാരം അവൻ തന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ എന്റെ ഉള്ളിൽ ഞാൻ ആക്കിയത് കൊണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെക്കാൾ വലിയ, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായിരിക്കുന്നവൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ എന്റെ ഉള്ളിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്റെ വിശ്വാസത്തിന്റെ കാതൽ എന്റെ ഉള്ളിലുണ്ട്. ഇന്ന് എന്റെ വിശ്വാസത്തിന്റെ ആധാരമായവൻ എന്റെ ഉള്ളിലുണ്ട്. ഇന്ന് ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്? അവൻ അകത്തെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല, അവൻ എന്റെ ഉള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ എന്റെ ഉള്ളിൽ ആക്കി തീർക്കുന്ന ഒരു അനുഭവം അത്രേ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് എൻ്റെ അന്തരാത്മാവിൽ ബോധ്യമാകുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അതെന്റെ തോന്നലല്ല, അതെന്റെ തോന്നലല്ല. ആരോ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു കെട്ടുകഥയല്ല. എന്തിന്റെയോ മിഥ്യയുടെ പുറകെ ഞാൻ പോകുന്നവനല്ല. എന്റെ ഉള്ളിൽ, എന്റെ അന്തരാത്മാവിൽ അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ ഉള്ളിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? നെഞ്ചത്തോട് കരമെടുത്ത് വെച്ചിട്ട് പറഞ്ഞേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലത്ത് യേശു കർത്താവ് പറഞ്ഞു, ചിലര് പറയും ക്രിസ്തു അവിടെ, മറ്റു ചിലർ പറയും ക്രിസ്തു ഇവിടെ, പക്ഷെ ഞാൻ പറയും ക്രിസ്തു എന്നിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, എങ്ങനെ വഴി തെറ്റുന്നറിയാമോ? അവിടെ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങോട്ടോടും, ഇവിടെ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആളുകൾ അവിടേക്കോടും. അല്ല, ക്രിസ്തു അവിടെയല്ല, മറ്റിടത്താണ് ഉണർവ് നടക്കുന്നെന്ന് പറഞ്ഞാൽ ആളുകൾ അവിടേക്ക് പോകും. ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ ഗ്രഹിക്കേണ്ട ഒരു ആത്മീയ സത്യമുണ്ട്. ക്രിസ്തു അവിടെയല്ല, ഇവിടെയല്ല. ഉണർവ് അവിടെയും ഇവിടെയും അല്ല നടക്കുന്നത്, ക്രിസ്തു എന്നിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്തുവിന്റെ പുറകിൽ, ഉണർവിന്റെ പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നവരായി ഇരിക്കരുത്. എഫേസ്യ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറയുകയാണ്, സുപദേശത്തിന്റെ വിവിധമായിരിക്കുന്ന കാറ്റുകൾ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നവരായി വിശ്വാസിയെ നീ ആയിരിക്കരുത്. നീ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മേൽ ഉറപ്പുള്ളവനായി നിന്റെ വിശ്വാസത്തിൽ പണിയപ്പെടേണ്ടത് ആവശ്യമാണ്. അവിടെയും ഇവിടെയും എന്ന് പറയുമ്പോൾ നീ അവിടെയും ഇവിടെയും പോകരുത്. നിന്റെ അത്ഭുതത്തിന് വേണ്ടി നീ അവിടെയും ഇവിടെയും അലയരുത്. നീ മനസ്സിലാക്ക, നീ വിളിക്കുന്ന ക്രിസ്തു, നീ ആരാധിക്കുന്ന ക്രിസ്തു, നീ സേവിക്കുന്ന ക്രിസ്തു, അവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ നിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ